നമസ്കാരം, ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. MBS സെൻട്രൽ സ്കൂളിന്റെ 35ാം വാർഷികാഘോഷം ജനുവരി 4-ന്. മെലോഡിയ എന്ന പേരിൽ ജനുവരി 4-ന് ഒരുക്കുന്ന വാർഷികാഘോഷം സിനിമാ താരം വിൻസി സോണി അലോഷ്യസ് ഉദ്ഘാടനം ചെയ്യും. സെക്രട്ടറി സലാപ്പി ലില്ലിസ് സ്വാഗതം പറയും. സ്കൂൾ ചെയർമാൻ അൻവർ സാദത്ത് കള്ളിയത്ത് അധ്യക്ഷനാകും. 4 മണിക്ക് ആരംഭിക്കുന്ന പരിപാടിയിൽ കരാട്ടെ, തൈക്കൊണ്ടോ, യോഗ തുടങ്ങിയവയുടെ പ്രകടനവും തുടർന്ന് വിവിധ കലാപരിപാടികളും നടക്കും. മലയാളം മാഗസിൻ സ്പന്ദനം പ്രകാശനം ചെയ്യും. പാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് തുല്യ പ്രാധാന്യം നൽകുന്ന വിദ്യാലയം ഈ വർഷം നടന്ന കലാകായിക മേളകളിലെല്ലാം വലിയ നേട്ടമാണ് കൊയ്തത്. തിരൂർ MBS സെൻട്രൽ സ്കൂളിൻ്റെ 35ാമത് വാർഷികാഘോഷം വരികയാണ്. നാളെയാണ്, അതായത് ജനുവരി 4-ാം തീയതി 2025 നാളെയാണ് നമ്മളുടെ 35ാമത് വാർഷികാഘോഷ പരിപാടികൾ നടക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കാനാണ് ഇപ്പോൾ ഞങ്ങൾ നിങ്ങളെ മുന്നിൽ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ കഴിഞ്ഞ 2024-25 പതിവ് വർഷങ്ങളെ പോലെ തന്നെ ഒരുപാട് അഭിമാനകരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കിയ ഒരു വർഷമായിരുന്നു. അതുപോലെ കായിക രംഗങ്ങളിൽ, അതുപോലെ അക്കാഡമിക് മേഖലയിൽ, അതുപോലെ തന്നെ മറ്റു വിവിധ മേഖലകളിൽ ഒരുപാട് അഭിനന്ദനാർഹമായിട്ടുള്ള നേട്ടങ്ങളുണ്ടായ ഒരു വർഷമാണ് നമ്മൾ ഈ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളുടെ കുട്ടികളൊക്കെ പൊതുപരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് 10ാം ക്ലാസ്സിലെയും 12ാം ക്ലാസ്സിലെയൊക്കെ പൊതുപരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. ഈ വർഷത്തെ കോകരിക്കുലർ ആക്ടിവിറ്റീസിൻ്റെ ഒരു സമാപനം കൂടിയാണ് നമ്മൾ ഈ വാർഷികാഘോഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കറിയാം, നമ്മളുടെ വാർഷികാഘോഷങ്ങൾ മെലോഡിയ എന്ന പേരിലാണ് നമ്മൾ നാമകരണം ചെയ്തിട്ടുള്ളത്. വർഷങ്ങളായിട്ട് നമ്മൾ കൊടുത്തൊരു പേരാണ്. അപ്പോൾ നാളെ വൈകുന്നേരം 4 മണിയോട് കൂടിയാണ് പ്രോഗ്രാം തുടങ്ങുന്നത്. എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ കേരളത്തിലെ ഒരു മികച്ച വിദ്യാഭ്യാസ കേന്ദ്രമായിട്ടുള്ള തിരൂർ MBS നമ്മളുടെ എല്ലാ സമസ്ത മേഖലകളിലുള്ള അഭിമാനകരമായിട്ടുള്ള നേട്ടങ്ങൾ, ഇതിൽ എല്ലാ കോകരിക്കുലർ ആക്ടിവിറ്റീസും നമ്മൾ ചെയ്യുന്നത് കുട്ടികളെ 4 ഹൗസായിട്ട് തരംതിരിച്ചാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ മികവാർന്ന ഒരു ഹൗസിന് അവർക്കുള്ള മൊമെൻ്റ് ഓഫ് പ്രസൻറ്റേഷൻ, അതുപോലെ തന്നെ പല മേഖലകളിൽ വളരെ ഔന്നത്യമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ച കുട്ടികളെ ആദരിക്കൽ, അതുപോലെ നമ്മളുടെ ഒരു കയ്യെഴുത്ത് മാസികയുണ്ട് സ്പന്ദനം, ഇതിൻ്റെ റിലീസിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മെലോഡിയ 2025 എന്ന MBS സെൻട്രൽ സ്കൂളിൻ്റെ വാർഷികാഘോഷ ഉത്സവത്തെക്കുറിച്ച് വിശദമായി പറയുകയുണ്ടായി. 35 വർഷമായി MBS സെൻട്രൽ സ്കൂൾ പടുത്തുയർത്തപ്പെട്ടിട്ടുള്ളത്. വളരെ ചെറിയ ലെവലിൽ ഈ നാട്ടുകാരുടെയും ഈ നാടിൻ്റെയും ഒക്കെ അത്യാവശ്യം മനസ്സിലാക്കിയാണ് ഒരു സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ്റെ പാഠ്യപദ്ധതിയുമായി തിരൂരിൻ്റെ ഹൃദയഭാഗത്ത് താഴെപ്പാലത്ത് ഇങ്ങനൊരു സ്ഥാപനം നമ്മുടെ മുൻകഴിഞ്ഞു പോയ ആളുകളും നമ്മുടെ MBSൻ്റെ നേതാക്കളും കൂടി കെട്ടിപ്പടുത്തത്. ധാരാളം ആയിരക്കണക്കിന് വീടുകളിൽ, 10,000-കണക്കിന് വിദ്യാർത്ഥികളിൽ, നാട്ടിലെ ജനങ്ങൾക്കുമൊക്കെ വിദ്യയുടെ വെള്ളി വെളിച്ചം പകർന്നുകൊണ്ടാണ് MBS സെൻട്രൽ സ്കൂൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഈ നാടിനെ പടുത്തുയർത്തുന്നതിൽ, രാഷ്ട്ര പുനർനിർമ്മാണത്തിലുമൊക്കെ ഭാഗവാക്കായ ഒരു സ്ഥാപനമാണ് MBS എന്ന് പറയുന്ന MBS സെൻട്രൽ സ്കൂൾ. ഇവിടെ ഇന്ന് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ 3000-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ടായിരുന്നു. ഒരു പക്ഷേ ഈ സ്കൂളിൻ്റെ ഫുൾ കോർ സ്ട്രെങ്ത്താണ് ഒരു 3100 വിദ്യാർത്ഥികളിൽ കൂടുതൽ നമ്മൾ സ്കൂളിലിപ്പം പഠിപ്പിക്കാൻ കഴിയില്ല. ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കാൻ കഴിയില്ല. അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചറാണ് ഞങ്ങൾക്കുള്ളത്. അഡ്മിഷൻ വളരെ പ്രിൻസിപ്പൽ സൂചിപ്പിച്ച പോലെ വലിയ വേഗത്തിൽ വരാനിരിക്കുന്ന ജൂൺ മാസം 1-ാം തീയതി ക്ലാസ് തുടങ്ങേണ്ട ആ അവസരത്തിലേക്ക് 150ഓളം വിദ്യാർത്ഥികൾ ജോയിൻ ചെയ്തു. തിരൂരിലെ ജനങ്ങളും നാട്ടുകാരുമൊക്കെ സാറ് സൂചിപ്പിച്ച പോലെ MBS എന്ന് പറയുന്ന പ്രസ്ഥാനത്തെയും MBS സെൻട്രൽ സ്കൂൾ എന്ന ഇൻസ്റ്റിറ്റ്യൂഷനെയും വളരെയധികം വിശ്വാസത്തിലെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. നാനാ വിഭാഗം ജനങ്ങൾ, സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്നവർ, സാധാരണക്കാർ, പാവപ്പെട്ടവരുമൊക്കെ ഈ വിദ്യാലയത്തിൽ പഠിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ
എല്ലാ മതവിഭാഗങ്ങളും, മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി എന്ന പേരാണെങ്കിലും എല്ലാ മതവിഭാഗങ്ങളും ഒരേ പ്രാധാന്യത്തോടു കൂടി ഒരു മുൻതൂക്കവും ആർക്കും നൽകാതെ, ഒരു ജാതിമത ചിന്തകളുമില്ലാതെ ഐക്യത്തോടെയും അഖണ്ഡതയോടെയും സഹവർത്തിത്വത്തോടെയും സഹിഷ്ണുതയോടെയും ഈ വിദ്യാലയത്തിൽ വിദ്യാഭ്യാസം നുകർന്നും പകർന്നും കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. കേരളത്തിലെ CBSE സ്കൂളുകളിൽ മികവുറ്റ റിസൾട്ട് കരസ്ഥമാക്കി ബോർഡ് എക്സാമിൽ നല്ല തിളക്കമാർന്ന വിജയം നേടിക്കൊണ്ട് ഈ സ്ഥാപനം മുന്നോട്ട് പോവുകയാണ്. MESനെ സംബന്ധിച്ചിടത്തോളം അക്കാഡമിക്സിനോടൊപ്പം തന്നെ കോ കരിക്കുലർ ആക്ടിവിറ്റീസിനും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയും പറയുന്നത് തന്നെയാണ്. ഇതുതന്നെയാണ് വർഷങ്ങൾക്ക് മുൻപ് MES നടപ്പിലാക്കിയിട്ടുള്ളത്. കല ആകട്ടെ കായികമാകട്ടെ വിദ്യാർത്ഥികളിലുള്ള അന്തർലീനമായ കഴിവുകളൊക്കെ കണ്ടെത്തി അതിനെ പരിപോഷിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ പഠനത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് MES വലിയ ഇമ്പോർട്ടൻസോട് കൂടി ഇവരൊക്കെ സൂചിപ്പിച്ചതുപോലെ വലിയ പ്രസ്റ്റീജിയസ് പ്രോഗ്രാമായിട്ടാണ് ഈ ആനുവൽ ഡേയെ കാണുന്നത്. നമുക്കറിയാം MES സെൻട്രൽ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം സ്കൂൾ ആരംഭം മുതൽ കുട്ടികളുടെ പ്രവേശനോത്സവം, അതുപോലെ തന്നെ 3-ാം ക്ലാസ്സിൽ നിന്ന് 4-ാം ക്ലാസ്സിലേക്ക് നമ്മൾ മോണ്ടിസോറി കഴിഞ്ഞുള്ള ട്രാൻസ്ഫോർമേഷൻ പീരീഡിൽ വരുന്ന കുട്ടികൾക്ക് അവരുടേതായ ഒരു കോൺവക്കേഷൻ പ്രോഗ്രാം, പിന്നെ വിഷൻ പ്രോഗ്രാം, സ്കൂൾ ആർട്സ് ഫെസ്റ്റിവൽ, കരിഷ്മ പ്രോഗ്രാം, അങ്ങനെ നിരന്തരം നമ്മളുടെ ക്യാമ്പസ് എപ്പോഴും തന്നെ വളരെ ആകർഷകമായ പരിപാടികളോട് കൂടി നിറഞ്ഞു നിൽക്കുന്ന ഒരു സംവിധാനമാണ് നമുക്കുള്ളത്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വെറും അക്ഷരങ്ങൾ പഠിപ്പിക്കുക എന്നതിലുപരി കുട്ടികളെ ഒരു സമൂഹത്തിലേക്ക് അവർക്ക് എങ്ങനെ ആ സമൂഹത്തിൽ ജീവിക്കാമെന്നുള്ള ഒരു ജീവിത പാഠം കൂടി അവർക്ക് കൊടുക്കുന്ന തരത്തിലായിരിക്കണം വിദ്യാഭ്യാസം എന്നുള്ളതാണ് എക്കാലത്തെയും വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. MESനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കാഴ്ചപ്പാട് തന്നെയാണ് എന്നും നമ്മൾ മുന്നിൽ കണ്ടിട്ടുള്ളത്. അതിൻ്റെ ഒരു പിന്തുടർച്ചയാണ് നമ്മളീ കാണുന്ന എല്ലാത്തരം ആഘോഷങ്ങളും കുട്ടികൾക്ക് കൊടുക്കുന്നത്. ചെയർമാൻ സൂചിപ്പിച്ച പോലെ തന്നെ MESൻ്റെ ഒരു പോളിസിയാണ് ഒരു ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാത്തരം ആഘോഷങ്ങളും കുട്ടികൾ ആഘോഷിക്കണം. അത് ക്യാമ്പസിൽ തന്നെ ഏതൊരു ഫെസ്റ്റിവൽ വരുമ്പോഴും അവർക്ക് അതിനുള്ള കംപ്ലീറ്റ് ഫ്രീഡം കൊടുത്തുകൊണ്ട് എല്ലാ തരത്തിലും ആ കുട്ടികൾ ആഘോഷിക്കാനും എല്ലാ ഉത്സവങ്ങളും എല്ലാം അവർ ആഘോഷിക്കുകയും സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് മാറണമെന്നുള്ള ഒരു ചിന്താഗതി MES എന്നും വെച്ചു പുലർത്തിയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മൾ അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് MES സെൻട്രൽ സ്കൂൾ എക്കാലവും കാഴ്ചവെച്ചിട്ടുള്ളത്. അക്കാഡമിക് രംഗത്ത് മികവ് പുലർത്തുന്നതോടൊപ്പം തന്നെ കോ കരിക്കുലർ ആക്റ്റീവ് രംഗത്തും വലിയ പ്രാധാന്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും നമ്മുടെ സ്കൂൾ അതിൻ്റെ ആനുവൽ ഡേ സെലിബ്രേഷൻ വളരെ ഭംഗിയായി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷവും നാളെ അതിൻ്റെ ആഘോഷം നടക്കുകയാണ്. ഈ പ്രോഗ്രാമിനോട് അനുബന്ധിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷം നിരവധി പ്രവർത്തനങ്ങൾ നമ്മുടെ സ്കൂളുകൾ സമൂഹത്തിന് വേണ്ടി സമർപ്പിച്ചിട്ടുണ്ട്. പ്ലേ സ്കൂളുകൾ, അതോടൊപ്പം തന്നെ നമ്മുടെ ഭാഷാപരമായ പ്രാവീണ്യത്തിന് വേണ്ടിയുള്ള ലിംഗ്വിസ്റ്റിക് ഹബ്ബ്, കോ കരിക്കുലർ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള പാക്കേജുകൾ, ഇതൊക്കെ കഴിഞ്ഞ വർഷം MES സെൻട്രൽ സ്കൂൾ സമൂഹത്തിന് വേണ്ടി സമർപ്പിച്ചിട്ടുണ്ട്. പൊതുവെ നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷം ഒരു മലീമസമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനൊക്കെ വിഭിന്നമായിക്കൊണ്ട് നമ്മുടെ MES സെൻട്രൽ സ്കൂളിലെ കുട്ടികൾ വളരെ ആർജവത്തോടു കൂടിയും നല്ല വിദ്യാഭ്യാസ പുരോഗതിയോടും സമൂഹത്തിൻ്റെ പല തലങ്ങളിലും അവർ തിളങ്ങി നിൽക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് സമീപകാലത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനൊക്കെ നമ്മളൊരു രണ്ട് തരത്തിലുള്ള കാര്യങ്ങളാണ്. ഇവിടെ ചെയർമാനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഈ അവസരത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് പറയാതിരിക്കാൻ നിവർത്തിയില്ല. കാരണം ഒരേ സമയം തന്നെ ഒരു സംഘടന എന്നുള്ള നിലക്ക് മികച്ച ഒരു സംഘാടകരും, അതോടൊപ്പം തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ വിഷണറി, അതായത് സ്ഥാപനപരമായിട്ടുള്ള ദീർഘവീക്ഷണമുള്ള ഒരു നേതൃത്വമാണ് ബഹുമാനപ്പെട്ട അൻവർ സാദത്ത് കളിയത്തിൻ്റെ നേതൃത്വത്തിലുള്ള MES സെൻട്രൽ സ്കൂൾ ഈ റീസെന്റ് സമയത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. മീഡിയ ന്യൂസ്, തിരൂർ. മുയൽ വാഴുമിടം, പണം വാരുമിടം, ആഷിയാന റാബിറ്റ് ഫാം. ആഷിയാന റാബിറ്റ് ഫാം മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് മുൻവശം, താഴെപ്പാലം, തിരൂർ, മലപ്പുറം. ഫോൺ 049424290205. മൊബൈൽ 9895297205. വെബ്സൈറ്റ് www.ashiyanarabbitfarm.com. ഇമെയിൽ office@ashiyanarabbitfarm.com.